ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ അച്ചൂട്ടിന് സ്കൂളിലേക്ക് കൊണ്ടുള്ള ബാഗ് കുട അതൊക്കെ വാങ്ങണം കേട്ടോ. അച്ചൂട്ടിന് മാത്രമല്ല, നമ്മുടെ കിച്ചൂട്ടൻ അംഗനവാടി പോകാൻ തുടങ്ങുകയാണ് ഈ ഒരു കൊല്ലം. അപ്പോൾ അവനും കുടയും ബാഗും ഒക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. അച്ചൂട്ടിനും കിച്ചൂട്ടിനും പിന്നെ നേരത്തെ റെഡി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കോട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടന് നൈറ്റാണ് ഡ്യൂട്ടി, ആൾക്ക് വന്നിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴയൊക്കെ വരുന്നിട്ട് മുന്നേ വേഗം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി ഏട്ടൻ വരണം കേട്ടോ. ഏട്ടനാണെങ്കിൽ അവിടെ ഉപ്പും മുളകും കണ്ടിട്ടിരിക്കുകയാണ്, വരുന്നേ ഉണ്ടായിരുന്നില്ല റെഡി ആയിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് മുള്ളൂർക്കരയിലുള്ള KH-ലേക്കാണ് കേട്ടോ. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് മിക്കതും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ അവിടെ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണേ. ഞങ്ങളപ്പോൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബാഗാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കടയിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ മൊത്തം ഇതുപോലെ ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് കാണാൻ വേണ്ടി നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് എടുക്കണം എന്നുള്ളത്. പിന്നെ അച്ചുട്ടൻ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഒന്നൊന്നും പിടിക്കുന്നില്ല കേട്ടോ. കുറച്ച് 2-3 സ്പൈഡർമാൻ്റെ ബാഗൊക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെന്ന് വെച്ച് കുറേ ബാഗുകളുണ്ട് കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം എന്നുള്ളത്. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അച്ചുട്ടിനുള്ള ബാഗ് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ കിച്ചൂടിന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞൊരു ബാഗ്, അവൻ അംഗനവാടി പോവല്ലേ, അപ്പോൾ അതിന് പറ്റിയ തരത്തിലുള്ളൊരു കുഞ്ഞൊരു ബാഗ് അവന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുടകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചൂട്ടൻ ചേച്ചിയോട് പറഞ്ഞു സ്പൈഡർമാൻ്റെ കുട ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അതാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. അവന് ഇപ്രാവശ്യം മൊത്തം സ്പൈഡർമാൻ്റെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവന് വേണ്ട കുട അവനോട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചിട്ടും ഒരു കുട വേഗം എടുത്തിട്ട് അവന് പറ്റിയൊരു കുഞ്ഞൊരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ ഒരു കുട മതി എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ അത് വേണം ഇത് വേണം പറഞ്ഞാൽ അങ്ങനെയൊന്നും വാശിയൊന്നും പിടിച്ചിട്ട് അവന് വേണ്ട ഒരു കുട അവൻ ആദ്യം പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കളക്ഷനുകളുണ്ട്. ഇപ്പോൾ ബാഗായാലും കുടകളായാലും എല്ലാത്തിനും, ഇപ്പോൾ ലഞ്ച് ബോക്സ് ആയാലും എല്ലാത്തിനും നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. ഞാനൊക്കെ കാണിച്ചു തരാൻ കുറേ കളക്ഷനുകളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ അച്ചൂടിന് വേണ്ട കുട എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കിച്ചൂടിൻ്റെ കുട നിവർത്തി നോക്കാം കേട്ടോ. കിച്ചൂടിന് എടുത്തത് സ്പൈഡർമാൻ്റെ ആണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അവൻ ആ ഒരു കുട നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അതെടുത്തിട്ടാണ് ഈ കളിക്കുന്നത്. ഈ ഇരിക്കുന്നത് സ്റ്റഡി ടേബിൾ ആട്ടോ. 2 അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സ്പൈഡർമാൻ്റെയും ഒന്ന് ഡോറ ബുജിയുടെ. അപ്പോൾ ചെന്ന പാടെ സ്പൈഡർമാൻ്റെയിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ അച്ചൂട്ടൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുള്ളൂ, എന്തായാലും അച്ചൂട്ടൻ അതിലൊന്നും ഇരുന്ന് പഠിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് വാങ്ങിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് നമ്മുടെ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിച്ചൂട്ടിന് സ്പൈഡർമാൻ്റെ വേണമെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്കാണെങ്കിൽ ചെന്നപ്പോൾ ഒരു സൗകര്യം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയായിരുന്നു. അപ്പോൾ കിച്ചൂട്ടിനുള്ള കുപ്പിയായിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്പൈഡർമാൻ്റെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെളിച്ച് കുടിക്കുന്ന ടൈപ്പില്ല, ആ ഒരു കുപ്പിയാണ് നോക്കുന്നത്. സാധാ ടൈപ്പൊന്നും അവന് പറ്റില്ല. അപ്പോൾ വെളിച്ച് കുടിക്കുന്ന ടൈപ്പാണ് നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവസാനം നോക്കിയിട്ട് അവന് പറ്റിയൊരു സ്പൈഡർമാൻ്റെ കുപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിയാണ് അവന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അവന് കുടിക്കാൻ പറ്റുന്ന തരത്തിലുണ്ട്. അപ്പോൾ അവനതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെയൊക്കെ നോക്കുന്നുണ്ട് അവന് പറ്റിയതാണോന്നൊക്കെ. അപ്പോൾ ഈ ഒരു കുപ്പിയാണ് എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ അച്ചൂട്ടിനാണ് കുപ്പി എടുക്കുന്നത്. അവന് അത്യാവശ്യം വലിയ കുപ്പി വേണമല്ലോ. അപ്പോൾ അതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പൈഡർമാൻ്റെ കുപ്പിയാണ് നോക്കുന്നത്.
അച്ചൂട്ടനും കിച്ചൂട്ടനും അപ്പോൾ അതേ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കാനായിട്ട് ഈ കടയിൽ കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു കേട്ടോ. വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം അവിടെ തന്നെ അവരതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് 2 സൈക്കിൾ, ഒരേപോലത്തെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു കിറ്റ് മൊത്തം നമ്മുടെ അച്ഛനും കിച്ചണിനും വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ബാഗ് കുറെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതെന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഷോപ്പിംഗും കഴിഞ്ഞിട്ട് ഉച്ചയായി വീട്ടിലെത്തിയപ്പോൾ കുറേ നേരം പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വരണമെങ്കിൽ വീട്ടിലെത്തിയപ്പോഴത്തെ നമ്മുടെ അച്ഛനും കിച്ചണിനും അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് സൈക്കിൾ എടുത്ത് കളിക്കാൻ കേട്ടോ. അപ്പോൾ 2 പേർക്കും ഒരേ സൈക്കിളാണ്, കളർ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് കളിക്കുകയായിരുന്നു കേട്ടോ. ഇനി എന്തൊക്കെ വാങ്ങാനുണ്ട് തോന്നുന്നു, അതൊന്നും ഓർമ്മയിലില്ല. ഓർമ്മയിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിലതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.